നീറ്റിന് ശേഷം അടുത്തതെന്ത്? തുടർ സമര പരിപാടികൾ ആലോചിക്കാൻ പാറ്റകൾ. ദീപ്കയുടെ വസതിയിൽ യോഗം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധം ലക്ഷ്യം കണ്ടതിന് ശേഷം തുടർ സമര പരിപാടികൾ ആലോചിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി ഒരുങ്ങുന്നു. മുംബൈയിലെ ഛത്രപതി സാംഭാജി നഗറിലുള്ള CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ വസതിയിൽ പ്രധാന നേതാക്കൾ യോഗം ചേരും. ഓഗസ്റ്റ് 5-നാണ് യോഗം നടക്കുക. സമരക്കാർക്കെതിരായ നിയമ നടപടികൾ, തുടർ സമര പരിപാടികൾ, സംഘടനാ ശക്തിപ്പെടുത്തൽ മുതലായവ ചർച്ചയാകും. യോഗത്തിന് മുന്നോടിയായി വോളണ്ടിയർമാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അഭിപ്രായങ്ങൾ ആരായാൻ പ്രധാന നേതാക്കൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് നടക്കുന്ന യോഗത്തിന് ശേഷം നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് തുടർ സമര പരിപാടികൾ പ്രഖ്യാപിക്കും. അതിനിടെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സന്ദർശകരുമായി ദീപ്ക തൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ ദീപ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു. തന്നെ അധിക്ഷേപിച്ചവരോട് ക്ഷമിക്കുന്നുവെന്ന നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് പിന്നാലെയായിരുന്നു ദീപ്കയുടെ പ്രതികരണം. ഇൻസ്റ്റഗ്രാമിലൂടെ ക്ഷമിച്ചുവെന്ന് മാത്രം പറയാതെ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് കൂടിയായിരുന്നു ദീപ്ക ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ ലാത്തിച്ചാർജിന് ഇരയായ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും ദീപ്ക ആവശ്യപ്പെട്ടിരുന്നു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്നാണ് ജന്തർ മന്ദറിൽ 36 ദിവസമായി നടത്തിവന്ന സമരം CJP അവസാനിപ്പിച്ചത്. സമരത്തിന് രാജ്യവ്യാപകമായി വലിയ തോതിൽ പിന്തുണ ലഭിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലായത്. ഒടുവിൽ രാജിവെക്കുന്നതായി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനുശേഷം നടന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം CJP പ്രവർത്തകർ ജന്തർ മന്ദർ വിട്ടു. 1 മാസത്തിലധികം നീണ്ട പ്രതിഷേധത്തിന് ശേഷം CJP പ്രവർത്തകരോടും വോളണ്ടിയർമാരോടും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നേതാക്കൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി മാപ്പ് നൽകിയിട്ടും FIR പോലും പിൻവലിച്ചിട്ടില്ല. പെൺകുട്ടിക്കെതിരെ ഇപ്പോഴും ആക്രമണം തുടരുന്നുവെന്ന് CJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടും CJP പ്രതിഷേധത്തിനിടെ വിവാദത്തിലായ 15 വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ ആക്രമണം തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി CJP രംഗത്ത് വന്നിരുന്നു. അധിക്ഷേപ പരാമർശത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR പോലും ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്ന് CJP വക്താവ് രത്ന സിംഗ് വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടിയുടെ അമ്മയുമായി സംസാരിച്ച ശേഷമായിരുന്നു പ്രതികരണം. മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ടിട്ടും കുട്ടിക്ക് മാപ്പ് നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ കുടുംബം കടുത്ത അമർഷത്തിലും വിഷമത്തിലുമാണെന്ന് CJP വ്യക്തമാക്കി. പെൺകുട്ടിയുടെ വീഡിയോകൾ മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നതിലും കുടുംബത്തെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിലും വലിയ പ്രതിഷേധമുണ്ട്. കുട്ടിക്ക് നിയമപരമായി യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും CJP വക്താവ് വ്യക്തമാക്കി.